ദൈവരാജ്യം ഒരു കടുകുമണിക്ക്, ഒരു ചെറിയ കടുകുമണിക്ക് സദൃശ്യമാണ്. അത് നട്ടുപിടിപ്പിക്കുന്നു, വലിയൊരു മരമാകുന്നു, നിരവധി പക്ഷികൾ അതുപോലെ തന്നെ കുറേയേറെ ഉപകാരം അതിൽ നിന്ന് ലഭിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകളാകാം, അത് വലിയ ഒരു ദൈവരാജ്യമാണ് സൃഷ്ടിക്കുന്നത്. നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വലിയ വലിയ കാര്യങ്ങൾ പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു പുഞ്ചിരിയാകാം, അല്ലെങ്കിൽ ഒരു നല്ല സഹായമാകാം, ഒരു പ്രോത്സാഹന വാക്കാണ്, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന്റെ സാമീപ്യമാകും. ഇതൊക്കെ ദൈവരാജ്യം സൃഷ്ടിക്കുന്നതാണ്. മദർ തെരേസ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക. കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാ ഈ ലോകത്തെ മാറ്റാൻ സാധിക്കുക? മാർക്ക് ട്വൈൻ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധനും ബധിരനും മനസ്സിലാകുന്ന ഭാഷയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കടുകുമണികൾ ഓരോ ദിവസവും നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ നടണം. അത് നടുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ വലിയൊരാളാണെന്ന് ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മളൊന്നുമല്ല എന്ന് ചിന്തിച്ച് ചെറുതാകാം. അത് നട്ടുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ നട്ടു പോകണം. ചില വ്യക്തികൾ ഈ വഴിയോരങ്ങളിൽ മരങ്ങൾ നടുന്നത് പോലെ തന്നെ നമ്മളായിരിക്കുന്ന സമയങ്ങളിൽ ചെറിയ ചെറിയ കടുകുമണികൾ, ഇങ്ങനെ സന്തോഷത്തിൻ്റെ കടുകുമണി, അതുപോലെ സ്നേഹത്തിൻ്റെ കടുകുമണി, അതുപോലെ ആശ്വാസത്തിൻ്റെ കടുകുമണി, ദൈവവചനത്തിൻ്റെ കടുകുമണി ഇങ്ങനെ നടുമ്പോഴാണ് ദൈവരാജ്യം ഉണ്ടാകുക. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൂക്കിൽ പഞ്ഞി വെച്ച് കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ ഓർക്കും, അല്ലെങ്കിൽ ദൈവമേ രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യമായല്ലോ എന്ന് ചിന്തിച്ച് നമ്മളെ ഓർത്തൊരു ദീർഘശ്വാസം വലിക്കും, പ്രാർത്ഥിക്കും.